അതിനൂതന സംവിധാന മികവുള്ള മലപ്പുറത്തെ ഏക പ്രൊഫഷണൽ ഹൈസ്കൂൾ കോച്ചിംഗ് സെന്റർ ഫേസ് ഫ്രെയിം ആൻഡ് ഇന്നോവേറ്റീവ് എഡ്യൂ സെന്റർ, പെരിന്തൽമണ്ണ റോഡ്, മലപ്പുറം. Hi students, once again welcome back to our online class. Today I would like to teach you one chapter in our 10th class textbook, English textbook. We have 5 units in this year and I would like to start with the first unit. The unit is Glimpses of Green. Glimpses of Green. I already told you that we have 5 units in this class. So each unit contains 3 or 4 chapters, and this unit, the Glimpses of Green, contains 3 chapters, 2 short stories and one poem. The Adventure in Banyan Tree is a short story written by Ruskin Bond, and The Snake and the Mirror is another short story written by Malayalam short story writer Vaikam Muhammad Bashir. And we have a beautiful poem, Lanes, written in early spring, is written by the most prominent romantic writer William Wordsworth. So I would like to start with the first chapter, Adventures in a Banyan Tree. This is a short story written by Ruskin Bond. Who is Ruskin Bond? He is an Indian author. He is an Indian author who born in May 1934. His first book, his first story, The Room on the Roof, he wrote this story at the age of 70. And his first children's book, The Angry River, is published in 1992. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചിൽഡ്രൻ ബുക്കാണ് ആംഗ്രി റിവർ എന്ന് പറയുന്നത്. അത് 1992 അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഹി ഗോട്ട് സാഹിത്യ അക്കാദമി അവാർഡ് ഫോർ ഹിസ് വർക്ക് അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ദെഹ്റ. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്ന ഒരു വർക്കാണ് ദ അവർ ട്രീ സ്റ്റിൽ ഗ്രോ ഇൻ ദെഹ്റ എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത്, ഹി വോൺ പത്മശ്രീ ഇൻ 1999. 1999 അദ്ദേഹത്തിന് പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ഈ റൈറ്ററെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ, നമുക്ക് ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും അതിൽ നമ്മൾ കാണുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഏത് ചാപ്റ്റർ പഠിക്കുന്നോ ആ ചാപ്റ്ററിൻ്റെ ഓഥറിനെ കുറിച്ചിട്ട് ഒരു നോളജ് ആദ്യമേ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. സോ ഇത് ഗ്ലിംസസ് ഓഫ് ദ ഗ്രീൻ എന്ന് പറയുന്ന ഈ യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ഈ യൂണിറ്റിൽ പറയുന്നത് വാട്ട് യു മീൻ ബൈ ഗ്ലിംസസ് ഓഫ് ദ ഗ്രീൻ, പച്ചപ്പിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ബ്യൂട്ടിഫുൾനെസ്സിനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിലൂടെ കാണിച്ചു തരുന്നത്, ഈ യൂണിറ്റിലൂടെ കാണിച്ചു തരുന്നത്. ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് 3 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് വൺ, അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. ഈ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ റസ്കിൻ ബോണ്ട് നമുക്ക് തരുന്നത് ഹൗ ടു ഒബ്സർവ് നേച്ചർ ആൻഡ് ഹൗ ടു ലേൺ ഫ്രം നേച്ചർ, ഹൗ ടു ഒബ്സർവ് നേച്ചർ എന്ന് പറയുന്ന ഈ സംഭവമാണ് നമുക്ക് റസ്കിൻ ബോണ്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ തരുന്നത്. ഒരു ആ ബോയ് ഒരു ബനിയൻ ട്രീയുമായി കണക്ട് ചെയ്തിട്ട് ആ ബനിയൻ ട്രീയിൽ ഇരുന്നിട്ട് അവന് ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ നേച്ചറിനെ ഒബ്സർവ് ചെയ്യുകയാണ്. എങ്ങനെയാണ് നേച്ചറിനെ ഒബ്സർവ് ചെയ്യുന്നത്? നമ്മൾ നേച്ചറിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് സോ മെനി ബ്യൂട്ടിഫുൾ തിങ്സ്, ബ്യൂട്ടിഫുൾ സീനറീസ് ഫ്രം ദ നേച്ചർ അല്ലേ? നമ്മൾ നേച്ചറിനൊന്ന് ചെവി കൊടുത്തു കഴിഞ്ഞാൽ, നേച്ചറിനൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള, എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വ്യൂസ് നമുക്ക് കിട്ടും. സോ അതാണ് റസ്കിൻ ബോണ്ട് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് തരുന്നത്. സോ നമ്മൾ നേരിട്ട് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ഐ ഹോപ്പ് യു ഹാവ് ദ PDF of this chapter. So just go through this text when I taking this class. Okay, so we start with the first chapter, Adventures in a Banyan Tree. What do you mean by Banyan Tree? ആൽമരം അല്ലേ? ആൽമരത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുക?
ബനിയൻ ട്രീ എന്ന് പറയാം. സോ ഈ ഒരു ബനിയൻ ട്രീയിലുള്ള ഒരു അഡ്വഞ്ചേഴ്സ് മീൻസ് സാഹസികത അല്ലെ. സോ ഈ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാനുള്ളത്, വി ഹാവ് സോ മെനി ന്യൂ വേർഡ്സ്, ന്യൂ വെക്കാബുലറി. സോ റൈറ്റ് ഡൗൺ ഓൺ യുവർ നോട്ട്ബുക്ക്. പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾക്ക് ഇതിന് വരുന്നുണ്ടാവും. സോ അതൊക്കെ നിങ്ങളെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതിന്റെ മീനിങ് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. സോ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പോവാണ്. സോ just go through my chapter. So listen, though the house and ground of my home in India is grandfather's domain. ഞങ്ങളെ ഇന്ത്യയിലുള്ള ഞങ്ങളെ വീടും ആ വീട്ടിൽ ഉള്ള പുരയിടവും ഒക്കെ ആരുടെ ഡൊമൈൻ ആണ്? വാട്ട് യു മീൻ ബൈ ഡൊമൈൻ? അധീനതയിലുള്ളത്. എന്താ അധീനതയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥയിലുള്ളത് അല്ലെ. ഡൊമൈൻ മീൻസ് ഉടമസ്ഥതയിലുള്ളത്. സോ ഇന്ത്യയിലുള്ള ഞങ്ങളെ വീടും ആ സ്ഥലവും ഒക്കെ ആരുടെ ഉടമസ്ഥതയിലുള്ളതാണ്? ഗ്രാൻഡ് ഫാദറുടെ ഉടമസ്ഥതയിലാണ്. ബട്ട് ദ ഓൾഡ് ബനിയൻ ട്രീ, പക്ഷെ അതിലുള്ള ഒരു ഓൾഡ് ബനിയൻ ട്രീ ഈസ് ചീഫ്ലി മൈൻ. അത് ആരതാണ്? അത് എന്റേതാണ്. ബിക്കോസ് ഓഫ് എന്താണ്? മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ. എന്താ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ മാഗ്നിഫിഷ്യന്റ്? പ്രൗഡി ആയിട്ടുള്ള അല്ലെ. മാഗ്നിഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ പ്രൗഡി ആയിട്ടുള്ള. ദ മാഗ്നിഫിഷ്യന്റ് ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. അത് ആരതാണ്? എന്റേതാണ്. ചീഫ്ലി. മുഖ്യമായിട്ടുള്ള കാരണം എന്താണ്? ചീഫ്ലി because grandfather at the age of 65 could no longer climb on it. ഗ്രാൻഡ്ഫാദർക്ക് ഈ 65-ാമത്തെ വയസ്സിൽ അതിൽ എന്ത് ചെയ്യാൻ പറ്റൂല, കയറാനോ ഒന്നിനും പറ്റൂല. അതുകൊണ്ട് തന്നെ ആ ബനിയൻ ട്രീ ചീഫ്ലി അത് ആരുതാണ്? ഇറ്റ്സ് മൈൻ, എന്റേതാണ്. നമ്മളെ പോയി പറയാണ് അത് ആരുടേതാണ്? എന്റേതാണ്. ആൻഡ് ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം about this. ഗ്രാൻഡ് പലപ്പോഴും അദ്ദേഹത്തെ എന്ത് ചെയ്യാറുണ്ട്? യൂസ്ഡ് ടു ടീസ് ഹിം. എന്താ യൂസ്ഡ് ടു എന്ന് പറഞ്ഞാല്? യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഡ് ടു ഇസ് എൻ ഓക്സിലറി വെർബ്. ഒരു ഗ്രാമർ ആണ് അത് യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ അല്ലേ. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പാസ്റ്റില് കഴിഞ്ഞു പോയ കാലത്ത് ഒരു കാര്യം തുടർച്ചയായി ചെയ്തിരുന്നു എന്ന് പറയാനാണ് എന്ത് യൂസ്ഡ് ടു എന്ന് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ യൂസ്ഡ് ടു എന്ന് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എന്താ യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ, ഐ യൂസ്ഡ് ടു ഗോ ടു സ്കൂൾ വിത്ത് മൈ സൈക്കിൾ. ഞാൻ എൻ്റെ സൈക്കിളിലായിരുന്നു എവിടേക്ക് പോയിക്കൊണ്ടിരുന്നത്? സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എന്തല്ല, സൈക്കിളിലല്ല പോകുന്നത്. സോ പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യത്തെ പറയാനാണ് നമ്മൾ എന്ത് ചെയ്യുക, യൂസ്ഡ് ടു യൂസ് ചെയ്യുക. സോ ഇവിടെ യൂസ് ചെയ്തത് എന്താണ്? ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. എന്താ ടീസ് ചെയ്യാന്ന് വെച്ചാല് കളിയാക്കുക. ഗ്രാൻഡ് മദർ പലപ്പോഴും മുത്തശ്ശൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കളിയാക്കാറുണ്ടായിരുന്നു. എന്ത് പറഞ്ഞിട്ട്? ആ മരത്തില് ബനിയൻ ട്രീയില് കയറാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? കളിയാക്കാറുണ്ടായിരുന്നു. അത് മാത്രമല്ല, grandmother used to tease him. grandmother പലപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. and would speak of a certain countess of dismount. ഡിസ്മൗണ്ടിലുള്ള ഒരു കൗണ്ടസിന്, വൈഫ് ഓഫ് കൗണ്ടസിലെ ഒരു കൗണ്ടസിനെ കുറിച്ചിട്ട്, ഒരു പ്രഭുവിന്റെ ഭാര്യയെ കുറിച്ചിട്ട് പലപ്പോഴും മുത്തശ്ശി ആർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു? മുത്തശ്ശന് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. കാരണം എന്താ? an English woman. ആ സ്ത്രീ എങ്ങനെയാണ്? ഒരു ഇംഗ്ലീഷ് വുമൺ ആണ്. and who lived at the age of 117. 117 വയസ്സ് വരെ ജീവിച്ചിരുന്ന ഒരു ഇംഗ്ലീഷ് വുമനെ കുറിച്ചിട്ട് മുത്തശ്ശി പലപ്പോഴും എന്ത് ചെയ്യാറുണ്ടായിരുന്നു? പറയാറുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് മുത്തശ്ശി ഇങ്ങനെ പറയാൻ കാരണം? ഇവിടെ ആ ഡിസ്മൗണ്ടിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ പ്രഭുവിന്റെ ഭാര്യയെ കുറിച്ചിട്ട് മുത്തശ്ശി പറയാൻ കാരണം എന്താ? 117 വയസ്സ് വരെ ആ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഇംഗ്ലീഷ് വുമൺ എന്ത് ചെയ്തിട്ടുണ്ട്? ജീവിച്ചിട്ടുണ്ട്. and would have lived longer if she hadn't fallen while climbing on a apple tree. ഒരു ആപ്പിൾ ട്രീയിൽ നിന്ന് വീണിരുന്നില്ലായിരുന്നു എങ്കിലോ കുറച്ചും കൂടി കാലം എന്ത് ചെയ്യുമായിരുന്നു? ആ സ്ത്രീ ജീവിക്കുമായിരുന്നു എന്നാ പറഞ്ഞത്. ദ വുമൻ ഹാവ് ലിവ്ഡ് ലോങ്ങർ ഇഫ് ഷീ ഫാളൻ ഓൺ എ while climbing on a banyan, ഒരു ആപ്പിൾ ട്രീ, ഒരു ആപ്പിൾ ട്രീയിൽ കയറുന്ന സമയത്ത് വീണില്ലായിരുന്നു എങ്കിൽ കുറച്ചുകൂടെ കാലം ആ സ്ത്രീ എന്ത് ചെയ്യുമായിരുന്നു? ജീവിക്കുമായിരുന്നു. ഇത് നമ്മളെ ഗ്രാൻഡ് ഫാദറുള്ള ഒരു റിമൈൻഡർ ആണ് അല്ലേ. വെറുതെ ഈ വയസ്സുകാലത്ത് എന്ത് ചെയ്യാൻ നിൽക്കണ്ട, ഈ മരത്തിലൊന്നും കയറാൻ നിൽക്കണ്ട. താഴെ വീണ് എന്ത് ചെയ്തു പോവും? മരിച്ചു പോവും. 65 വയസ്സായി, കുറച്ചുകൂടി കാലം എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ജീവിക്കാം, എങ്ങനെയാണെങ്കിൽ അടങ്ങിയിരിക്കുകയാണെങ്കിൽ എന്നല്ലേ. സോ അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് ഫാദറും ബനിയൻ ട്രീയുമായിട്ട് ഇപ്പൊ എന്തില്ല, ഒരു കണക്ഷനും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ബനിയൻ ട്രീ ഇപ്പൊ ആരതാണ്? മാഗ്നിഫിഷ്യന്റ് ബനിയൻ ട്രീ ഇപ്പൊ ആരുടേത് മാത്രമാണ്? നമ്മുടെ ഈ ബോയുടേത് മാത്രമാണ്. And the spreading branches
ആ ബനിയൻ ട്രീന്റെ സ്പ്രെഡിങ് ബ്രാഞ്ച്, അത് സ്പ്രെഡ് ചെയ്യാന്ന് വെച്ചാൽ പരക്കുക അല്ലെ, സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന അതിന്റെ ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ, നമ്മളെ ബനിയൻ ട്രീന്റെ ആ സ്പ്രെഡിങ് ബ്രാഞ്ചസ് വിച്ച് കേർവ് ടു ദ ഗ്രൗണ്ട്, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രൗണ്ടിലേക്ക് ഇങ്ങനെ കേർവ് ചെയ്തിട്ടുണ്ട്. എന്താ കേർവ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വളഞ്ഞു വരില്ല, കേർവ് ചെയ്യുക, വളഞ്ഞു വരിക, അതിങ്ങനെ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കേർവ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് എന്താ, വാട്ട് യു മീൻ ബൈ റൂട്ട്, വേര് അല്ലെ, ടുക്ക് റൂട്ട് അഗെയിൻ. അപ്പോ അതിന്റെ ബ്രാഞ്ചസ് ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് താഴ്ന്നു വന്നിട്ട് അവിടുന്ന് വീണ്ടും എന്ത് തുടങ്ങിയിട്ടുണ്ട്, പുതിയ വേരുകൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും, ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ മാസ് ഓഫ് ആർച്ചേഴ്സ്. അത് ഏതുപോലെ കാണാൻ പറ്റും നമുക്ക്, ഒരു ആർച്ച് പോലെ അതിങ്ങനെ എന്തായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഫോമിങ് എ മാസ് ഓഫ് ആർച്ചേഴ്സ്, ഒരു ആർച്ച് പോലെ, ഒരു മാസ് ഓഫ് ആർച്ച് പോലെ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന, മാസ് എന്ന് പറഞ്ഞാൽ എന്താ, വളഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു ആർച്ച് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അത് അനുഭവപ്പെടുന്നുണ്ട്. ആൻഡ് ഗിവ് മീ എൻഡ്ലെസ് പ്ലഷർ. അതെനിക്ക് എന്ത് തരുന്നുണ്ട്, എൻഡ്ലെസ് പ്ലഷർ. വാട്ട് യു മീൻ ബൈ പ്ലഷർ? എന്താ പ്ലഷർ എന്ന് പറഞ്ഞാൽ, പ്ലഷർ മീൻസ് ഡിലൈറ്റ്. എന്താ ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താ, സന്തോഷം അല്ലേ. സോ പ്ലഷറിനും ഡിലൈറ്റിനും ഹാപ്പിനെസ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മീനിങ് കൊടുക്കാം. സോ അത് എനിക്ക് എന്ത് തരുന്നുണ്ട്, അറ്റമില്ലാത്ത ആനന്ദം തരുന്നുണ്ട്. ആ ബനിയൻ ട്രീയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്, അറ്റമില്ലാത്ത ഒരു ആനന്ദം കിട്ടുന്നുണ്ട്. There were older than the house. ആ ബനിയൻ ട്രീ എന്താണ്, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഞങ്ങളുടെ വീടിനെക്കാട്ടിലും പ്രായമുള്ളതാണ് ആ ട്രീ എന്ന് പറയുന്നത്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ. അത് ഗ്രാൻഡ് ഫാദറിനെക്കാട്ടിലും ആർക്ക് പ്രായമുണ്ട്, ആ ട്രീക്ക് പ്രായമുണ്ട്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ദഹ്റ. ഏത് ടൗണിന്റെ അത്ര പ്രായമുണ്ട്, ദഹ്റ എന്ന് പറയുന്ന ആ ടൗണിന്റെ അത്ര പ്രായമുണ്ട്. ഈ ദഹ്റ എന്ന് പറയുന്ന ടൗൺ എവിടെയാണുള്ളത്, the town nestling in the valley at the foot of the Himalaya. ഹിമാലയയുടെ ഫൂട്ടില്, ഫൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫൂട്ട് എന്ന് പറഞ്ഞാല് താഴ്വാരല്ലേ, അടിവാകല്ലേ. സോ ഹിമാലയയുടെ ഫൂട്ടില്, ഹിമാലയ പർവ്വതത്തിന്റെ ഫൂട്ടില്, ഹിമാലയ പർവ്വതത്തിന്റെ താഴ്വാരത്തില്, നെസ്ലിംഗ് പോലെ. വാട്ട് യു മീൻ ബൈ നെസ്ലിംഗ്? നെസ്റ്റ് എന്താ, നെസ്റ്റ് എന്താ, നെസ്റ്റ്. വാട്ട് യു മീൻ ബൈ നെസ്റ്റ്? കിളിക്കൂടിന്, പക്ഷിക്കൂടിനാണ് നമ്മൾ നെസ്റ്റ് എന്ന് പറയല്ലേ. നെസ്ലിംഗ് ഇൻ ദ ഫൂട്ട് ഓഫ് ഹിമാലയ. അസൽ ഹിമാലയന്റെ വാലീസിൽ, ഹിമാലയന്റെ താഴെയുള്ള ആ വാലീസിൽ, താഴ്വരയിൽ ഒരു കിളിക്കൂട് പോലെ നിൽക്കുന്ന ദഹ്റ എന്ന് പറയുന്ന സിറ്റിയെ അത്രയും പ്രായമുണ്ട് ആർക്ക്, ഈ ബനിയൻ ട്രീക്ക് എന്ന് പറയുന്നത്. സോ ഈ ബനിയൻ ട്രീ ഇപ്പോൾ ആരുടെ സ്വന്തമാണ്, നമ്മുടെ ബോയുടേത് സ്വന്തമാണ്. ദെൻ മൈ ഫസ്റ്റ് ഫ്രണ്ട് ഫെമിലിയർ വാസ് എ സ്മാൾ ഗ്രേ സ്ക്യൂറൽ. എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഈ നാച്ചുറൽ അല്ലെങ്കിൽ ബനിയൻ ട്രീയുമായി കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബോയിയുടെ ആദ്യത്തെ ഫ്രണ്ട് എന്ന് പറയുന്നത് അവന് ഫെമിലിയർ എന്ന് പറഞ്ഞാൽ എന്താ, പരിചയമുള്ള അല്ലെ, പരിചയമുള്ള ഒരാൾ എന്ന് പറയുന്നത് ആരാണ്, ഇസ് എ വൈറ്റ് ഗ്രേ സ്ക്യൂറൽ. ഒരു ഗ്രേ സ്ക്യൂറൽ ആണ്, ഗ്രേ കളറിലുള്ള ഒരു സ്ക്യൂറൽ ആണ്. സ്ക്യൂറൽ മീൻസ് അണ്ണാൻ അല്ലെ, ഒരു ഗ്രേ കളറിലുള്ള ഒരു അണ്ണാനാണ് നമ്മുടെ ബോയിയുടെ ഏറ്റവും ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ആർച്ചിങ് ഈസ് ബാക്ക് ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. ദെൻ ഇനി ആ സ്ക്യൂറലിനെ കുറിച്ച് പറയണം. ആർച്ചിങ് ഈസ് ബാക്ക്, അതിന്റെ ബാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ആർച്ച് കമാനം പോലെ നിർത്തിയിട്ടുണ്ട്. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ. സ്നിഫ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, മണം പിടിക്കല്ലേ, സ്നിഫർ ഡോഗ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ. സോ മണം പിടിക്കുക, സ്നിഫിങ് ഇൻ ടു ദ എയർ. എയറിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മണം പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഹി സീംഡ് അറ്റ് ദ ഫസ്റ്റ് ടു റിസെന്റ് മൈ ഇൻവേഷൻ. വാട്ട് യു മീൻ ബൈ ഇൻവേഷൻ? എന്താ ഇൻവേഷൻ എന്ന് പറഞ്ഞാല് കടന്നു കയറ് അല്ലെ, കടന്നു കയറ്റത്തിനാണെന്ന് പറയാ ഇൻവേഷൻ എന്ന് പറയാം. സോ ഫസ്റ്റ് നമ്മുടെ ബോയ് ആ സ്ക്യൂറലുമായിട്ട് കൂട്ടുകൂടാൻ ചെല്ലുമ്പോൾ അതിനെന്തായിട്ട് ഫീൽ ചെയ്യാണ്, ആ ഒരു ഭയം, റിസെന്റ്, ഒരു മുഷിപ്പ്. റിസെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, മുഷിപ്പ് കേട്ടോ. റിസെന്റ് എന്ന് പറഞ്ഞാല് മുഷിപ്പാണ്. സോ ഹി സീംഡ് ഫാസ്റ്റ് ടു റിസെന്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. എൻ്റെ കടന്നുകയറ്റം അല്ലെ, പ്രൈവസിയിലേക്ക്, അവന്റെ പ്രൈവസിയിലേക്കുള്ള എൻ്റെ ഇൻവേഷൻ ആദ്യം അവനിൽ എങ്ങനെയാണ് അനുഭവപ്പെട്ടത്, റിസെന്റ് ആയിട്ടൊരു മുഷിപ്പായിട്ടാണ് അനുഭവപ്പെട്ടത്. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡ് നോട്ട് ആംസ്. പക്ഷേ അവന് ഫൗണ്ട് ചെയ്യാണ്. എന്താ ഫൗണ്ട് ചെയ്യാന്ന് വെച്ചാല്, വാട്ട് യു മീൻ ബൈ ഫൗണ്ട്? മനസ്സിലാക്കൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കുക. ഫൈൻഡിന്റെ പാസ്റ്റ് ആണ് എന്ത്, ഫൗണ്ട് എന്ന് പറഞ്ഞാല്. ഫൈൻഡിന്റെ പാസ്റ്റ് V3 ഫോം ആണ് എന്ത്, ഫൗണ്ട് എന്ന് പറഞ്ഞാല്. ബട്ട് when he found that I did not arm myself with a catapult or a air gun. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി എൻ്റെ കയ്യിൽ എന്തില്ല,
ഒരു എയർ ഗണ്ണോ അല്ലെങ്കിൽ കറ്റാപ്പുൾട്ട്. വാട്ട് യു മീൻ ബൈ കറ്റാപ്പുൾട്ട്? കറ്റാപ്പുൾട്ട് എന്താ? തെറ്റാലി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ തെറ്റാലി? നമ്മുടെ നാട്ടിൽ കവണ എന്ന് പറയുന്ന സാധനമാണ്. സോ തെറ്റാലി, നമ്മൾ കാക്കയെ അല്ലെങ്കിൽ പക്ഷികളൊക്കെ ഓടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന തെറ്റാലിക്കാണ് നമ്മൾ എന്തെന്ന് പറയാ? കറ്റാപ്പുൾട്ട് എന്ന് പറയാം. സോ കറ്റാപ്പുൾട്ടോ അല്ലെങ്കിൽ എയർ ഗണ്ണോ എൻ്റെ കയ്യിൽ ഇല്ല, ഞാൻ അത് വെച്ചിട്ട് അവനെ ഉപദ്രവിക്കില്ല എന്ന് അവന് മനസ്സിലായത് മുതൽ അവൻ എന്താവുകയാണ്? കൂളാവുകയാണ്. ആൻഡ് വെൻ catapult or air gun, he become friendlier. അവൻ ഞാനുമായിട്ട് എന്താവാണ്? become friendlier. അവർ ഞാനുമായിട്ട് ഫ്രണ്ട്ലി ആവുകയാണ്, ഫ്രണ്ട്ഷിപ്പിലാവുകയാണ്, ഞാനുമായിട്ട് കൂട്ടുകൂടുകയാണ്. ആൻഡ് when I started living, ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? when I started living, ഞാൻ അവന് വെച്ചു കൊടുക്കുകയാണ്. എന്ത് വെച്ചു കൊടുക്കുകയാണ്? him pieces of cakes and biscuits. ഞാൻ അവന് കേക്സിന്റെ പീസുകളോ അല്ലെങ്കിൽ ബിസ്ക്കറ്റിന്റെ പീസുകളൊക്കെ ഞാൻ അവന് വെച്ചു കൊടുക്കുമ്പോൾ he grew bolder and finally become familiar enough to take food from my hand. അവന് എന്താവാണ്? ഹി ബിക്കം ബോൾഡർ. ഞാൻ അവന് മനസ്സിലായി ഞാൻ എന്ത് ചെയ്യുന്നില്ല, അവൻ ഉപദ്രവിക്കില്ല എന്ന് മനസ്സിലായത് മുതൽ അവൻ എന്ത് ചെയ്യാണ്? ഞാനുമായിട്ട് കൂട്ടുകൂടുകയാണ്. ഞാൻ ബിസ്ക്കറ്റ്സ് കേക്സ് ഒക്കെ അവന് വേണ്ടി വെച്ചു കൊടുക്കുമ്പോൾ ഹി ബിക്കം ബോൾഡർ. അവൻ എന്താവാണ്? ബോൾഡ് ആവാണ്. ആൻഡ് ഫൈനലി ബിക്കം ഫെമിലിയർ ഇനഫ് ടു ടേക്ക് ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. എൻ്റെ കയ്യിൽ നിന്ന് വരെ ഫുഡ് എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഭക്ഷണം എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് അത്രയും ഫെമിലിയർ ആയിട്ട് അവൻ എന്ത് ചെയ്യാണ്? മാറാണ്. നമുക്കറിയാലോ, നമ്മളെ വീട്ടിൽ നമ്മളൊരു പെറ്റിനെ വളർത്തുമ്പോൾ ആദ്യമൊന്നും അത് എന്ത് ചെയ്യൂല, ടൈം ചെയ്ത് വരില്ല. ടൈം ചെയ്യാൻ മീൻസ് അത് ഇണങ്ങുക അല്ലേ, ആദ്യമൊന്നും അത് ഇണങ്ങി വരില്ല. പിന്നെ നമ്മൾ അതിനെ ഇണക്കിയത് ബുദ്ധിമുട്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറാറുണ്ട്. എന്ന പോലെ തന്നെ ഇവൻ എന്താവാണ്? അവൻ്റെ കയ്യിൽ നിന്ന് വരെ ഫുഡ് എന്ത് ചെയ്യാണ്? എടുത്തുകൊണ്ട് പോവുകയാണ്. ആൻഡ് ബിഫോർ ലോങ് ഹി വാസ് ഡോയിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? ഹി വാസ് ഡർവിങ്. എന്താ ഡർവിങ് എന്ന് പറഞ്ഞാല്? ഗവേഷണം നടത്തുക, റിസർച്ച് ചെയ്യുക. ഡർവിങ് എന്ന് പറഞ്ഞാല് റിസർച്ച് ചെയ്യുക, തിരയുക. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? എൻ്റെ പോക്കറ്റ്സിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? തിരയാൻ തുടങ്ങി. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ് ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്. അവൻ അതിന് എന്ത് കണ്ടുപിടിക്കുന്നു അതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? എടുത്തിട്ട് പോകാൻ തുടങ്ങി. അവൻ എൻ്റെ പോക്കറ്റ്സിൽ വരെ കയറിയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് പോകാൻ തുടങ്ങി. ഓക്കെ, സോ നമ്മൾ എന്താ പറഞ്ഞത്? എൻ്റെ പോക്കറ്റിൽ നിന്ന്, ബോയുടെ പോക്കറ്റ്സ് നിന്ന് വരെ അവന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? എടുത്തിട്ട് പോകാൻ തുടങ്ങി. അത്രയും ഫെമിലിയർ ആയി മാറി അവൻ എന്നാ പറയുന്നത്. ഹി വാസ് എ വെരി യങ് സ്ക്യൂറൽ. അവൻ ആരായിരുന്നു? ഭയങ്കര യങ് സ്ക്യൂറൽ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട്, അവന്റെ ഫ്രണ്ട്സും അവന്റെ റിലേറ്റീവ്സും കുടുംബക്കാരൊക്കെ എന്ത് ചെയ്യാണ്? പ്രോബബ്ലി തോട്ട്, അവർ ചിന്തിക്കുകയാണ്, അവർ ചിന്തിച്ചു പോവുകയാണ്. എന്താ? ഹിം ഹെഡ് സ്ട്രോങ്. അവൻ ആരാണ്? ഒരു ഹെഡ് സ്ട്രോങ് ആണ്. എന്താ ഹെഡ് സ്ട്രോങ് എന്ന് പറഞ്ഞാല്? പറഞ്ഞത് കേൾക്കാത്ത അല്ലെങ്കിൽ കുരുത്തക്കേട് കാണിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിലോ ആൻഡ് എ ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ. അവരെന്തുകൊണ്ടാണ് അവന് ഹെഡ് സ്ട്രോങ് എന്ന് പറയാൻ കാരണം, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവന് ഫൂളിഷ് എന്ന് പറയാൻ കാരണം? ഹി ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ ബീങ്. അവൻ ആരെ ട്രസ്റ്റ് ചെയ്തു? ട്രസ്റ്റ് ചെയ്യുക മീൻസ് വിശ്വസിക്കുക അല്ലെ. അവൻ ആരെ വിശ്വസിച്ചു? ഒരു ഹ്യൂമൻ ബീങ്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യ ഗണത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീനെ അവൻ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ്റെ വീട്ടുകാരൊക്കെ അല്ലെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് വിചാരിക്കുകയാണ്? അവൻ ആരാണ്? ഒരു ഫൂളിഷ് മാൻ ആണ് എന്ന് വിചാരിക്കുകയാണ് അല്ലേ. ദെൻ അടുത്തത് എന്താ? ഇൻ ദ സ്പ്രിംഗ്. അങ്ങനെ സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ, സ്പ്രിംഗ് സീസൺ മീൻസ് വസന്തകാലം അല്ലെ. കാലങ്ങളിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാലമാണ് ഇതെന്ന് പറയുന്നത് സ്പ്രിംഗ് സീസൺ എന്ന് പറയുന്നത്. എല്ലായിടത്തും ഫ്ലവേഴ്സ്, എല്ലായിടത്തും ഫലങ്ങൾ എല്ലാം ഉണ്ട് അല്ലേ. സോ സ്പ്രിംഗ് സീസൺ. ഇൻ ദ സ്പ്രിംഗ്, അങ്ങനെ സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ when the banyan tree was full of small red figs. ബനിയൻ ട്രീയിൽ ഫുള്ള് പിന്നെ എന്ത് ഉണ്ടാവുകയാണ്? എന്ത് ബിൽറ്റ് ചെയ്ത് വരികയാണ്? റെഡ് ഫിഗ്സ്, ചുവപ്പ് നിറത്തിലുള്ള കായ്ക്കനികൾ ഏതിലുണ്ടാവുകയാണ്? ബനിയൻ ട്രീയിൽ ഇങ്ങനെ പൂത്ത് ഉണ്ടായി വരികയാണ്. ഏതില്? നമ്മള് സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ. ഇൻ ദ സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മാൾ റെഡ് ഫിഗ്സ്. ചുവപ്പ് നിറത്തിലുള്ള ഫിഗ്സ്, ഫലങ്ങൾ, അത് ഫലവർഗ്ഗങ്ങൾ എന്തിലുണ്ടായി വരികയാണ്? നമ്മളെ ബനിയൻ ട്രീയിൽ ഉണ്ടായിട്ട് വരികയാണ്. ആൻഡ് ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് ഇൻ ഇറ്റ്സ് ബ്രാഞ്ചസ്. ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോക്സ്, കൂട്ടം കൂടുക അല്ലെ. ഫ്ലോക്സ് എന്ന് പറഞ്ഞാല് കൂട്ടം കൂടുക, ഫ്ലോക്ക് എന്ന് പറഞ്ഞാല് കൂട്ടം കൂടുക. ബേർഡ്സ് ഇൻ ആൾ കൈൻഡ്, ബേർഡ്സ് ഓഫ് ആൾ കൈൻഡ്, എല്ലാ തരത്തിലുമുള്ള ബേർഡ്സ്, എല്ലാ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളും എന്ത് ചെയ്യും? വുഡ് ഫ്ലോക്ക്, അവരെന്ത് ചെയ്യുന്നുണ്ട്? കൂട്ടം കൂടുന്നുണ്ട്, അവിടെ കൂടിച്ചേരുന്നുണ്ട്. ഇൻ ഇറ്റ്സ് ബ്രാഞ്ചസ്, അതിന്റെ ബ്രാഞ്ചുകളിൽ. കാരണം എന്താ? ഫലങ്ങളൊക്കെ പൂത്തിട്ടുണ്ടല്ലേ,
ഫ്ലവേഴ്സ് വന്നിട്ടുണ്ട്, പഴവർഗ്ഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇതൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് പല വ്യത്യസ്ത വിഭാഗത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിലും പെട്ട പക്ഷികൾ എവിടെ ഒരുമിച്ച് കൂടുന്നുണ്ട്? ഈ ബ്രാഞ്ചസിലൊക്കെ ഒരുമിച്ച് കൂടുന്നുണ്ട്. ദ റെഡ് ബോട്ടം ബുൾബുൾ, എന്താണ് റെഡ് ബോട്ടം ബുൾബുൾ, അവിടെ ഏതൊക്കെ പക്ഷികളാണ് വരുന്നത് പറയാണ്, ചില കൈൻഡ്സ് ഓഫ് ബേർഡ്സിനെ പറയാണ്. റെഡ് ബോട്ടം ബുൾബുൾ ആൻഡ് ചീർഫുൾ ആൻഡ് ഗ്രീഡി ഗോസിപ്പിംഗ് റോസി പാസ്റ്റോസ്. ഗ്രീഡി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ ഗ്രീഡി? അത്യാഗ്രഹിയായിട്ടുള്ള അല്ലെ, അത്യാഗ്രഹിയായിട്ടുള്ള പക്ഷികൾ, അത്യാഗ്രഹിയായിട്ടുള്ള റോസി പാസ്റ്റോസ് ആൻഡ് പാരറ്റ്സ് വരുന്നുണ്ട്, തത്തമ്മ വരുന്നുണ്ട്, ആൻഡ് ക്രൗസ് കാക്ക വരുന്നുണ്ട്. അങ്ങനെ പല ബുൾബുൾ വരുന്നുണ്ട്, റോസി പാസ്റ്റോസ് വരുന്നുണ്ട്, പാരറ്റ്സ് വരുന്നുണ്ട്, ക്രൗസ് വരുന്നുണ്ട്. പല വിഭാഗത്തിലും പെട്ട പക്ഷികളും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വരുന്നുണ്ട്. അത് മാത്രമല്ല, ദേ സ്കോബ്ലിംഗ് ഈച്ച് അതർ, അവരെന്ത് ചെയ്യും? ദേ സ്കോബ്ലിംഗ് ഈച്ച് അതർ. എന്താ സ്കോബ്ലിംഗ് എന്ന് പറഞ്ഞാൽ? എന്താ? കലഹിക്കുക, പരസ്പരം എന്ത് ചെയ്യുക? തർക്കിക്കുക. ദേ സ്കോബ്ലിംഗ് വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, എല്ലാ സമയത്തും അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ സ്കോബിൾ ചെയ്യുന്നുണ്ട്, കലഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഡ്യൂറിങ് ദ ഫിക് സീസൺ, അങ്ങനെ ഈ ഫിക് സീസൺ ആയി കഴിഞ്ഞാൽ, ഈ ഒരു ഫിക് സീസൺ ആയി കഴിഞ്ഞാൽ, ഈ ഒരു സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ എന്താവും? ദ ബനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ റോഡിലെ ഏറ്റവും നോയ്സസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് ഏതായിട്ട് മാറും? ഈ ബനിയൻ ട്രീ ആയിട്ട് മാറും. കാരണം എന്താ? പല വിഭാഗത്തിൽപ്പെട്ട പക്ഷികൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൂട്ടം കൂടി ഇരുന്നിട്ട് എല്ലാ ബ്രാഞ്ചസിലും പക്ഷികൾ വന്നിരിക്കുന്നുണ്ട്. then ആ പക്ഷികളൊക്കെ എന്ത് ചെയ്യും? തമ്മിൽ കലയിക്കുകയാണ്. നമ്മളെ ബോയ് ഒബ്സേർവ് ചെയ്യുകയാണ് അല്ലേ? ആ ബനിയൻ ട്രീയെ നമ്മൾ ഈ ബോയ് എന്ത് ചെയ്യാണ്? ഒബ്സേർവ് ചെയ്യുകയാണ്. ആ ബനിയൻ ട്രീയിൽ എന്തൊക്കെ കാണുന്നുണ്ട്? നമ്മളെ ഓദർ അത് നമുക്ക് തരികയാണ്, എന്താണ് ആ ബനിയൻ ട്രീയിൽ ഉള്ളത് എന്നുള്ളത്. ഓക്കെ, ദെൻ ഹാഫ് വേ അപ്പ് ദ ട്രീ, ആ ട്രീയുടെ ഒരു ഹാഫ് വേല്, ആ ട്രീയുടെ ഒരു പകുതിയിൽ, ഒരു ഹാഫ് വേല്, ഒരു പകുതി വെച്ചിട്ട് അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം. ഞാൻ എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം, ഒരു ചെറിയ പ്ലാറ്റ്ഫോം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രതലം അല്ലേ, ഒരു പ്രതലം. നമ്മൾ ഈ ഏറുമാടം എന്നൊക്കെ പറയില്ലേ, സോ അങ്ങനത്തെ ഒരു പ്രതലം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ ഹാഡ് ബിൽറ്റ് എ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺ. അവിടെയാണ് ഞാൻ എൻ്റെ ആഫ്റ്റർനൂൺസ്, ഓഫൺ പലപ്പോഴും, ഓഫൺ എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും, OFTEN, ഓഫൺ, പലപ്പോഴും ഞാൻ എൻ്റെ ആഫ്റ്റർനൂൺസ് എവിടെയാണ് ചിലവഴിക്കാറ്, സ്പെൻഡ് ചെയ്യാറ്? ആ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ടാണ്. വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, എന്താവുമ്പോൾ നല്ല ഹോട്ടായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ, നല്ല ചൂടുള്ള ദിവസങ്ങളിലൊക്കെ എൻ്റെ ആഫ്റ്റർനൂൺ ഞാൻ പലപ്പോഴും എന്താ ചെയ്യാറ്? അവിടെയാണ് സ്പെൻഡ് ചെയ്യാറ്. കാരണം എന്താ? നല്ല ഫ്രഷ് എയറും ഫ്രഷ് ബ്രീസും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത് ബനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ അല്ലേ. സോ അതിൻ്റെ ഒരു ഹാഫ് പ്ലാറ്റ്ഫോമിൽ, ഒരു ഹാഫ് വേൽ ഉണ്ടാക്കിയ പ്ലാറ്റ്ഫോമിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ്റെ ആഫ്റ്റർനൂൺസ് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഐ കുഡ് റീഡ് ദർ, ഞാൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റീഡ് ദർ, ഞാൻ അവിടെ ഇരുന്നിട്ട് വായിക്കുന്നുണ്ട്. എന്ത് വായിക്കുന്നുണ്ട്? ഐ കുഡ് റീഡ് ദർ, ഞാൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വായിക്കുന്നുണ്ട്. പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ, ആ ട്രീയുടെ ഒരു ബോളിലേക്ക്, ആ ട്രീയുടെ ഒരു ബോളിലേക്ക്, ഒരു ബ്രാഞ്ചിൻ്റെ ഒരു തുടക്കം. ഈ ബോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം അല്ലേ. ആ ഒരു ബോളിലേക്ക് ഞാനിങ്ങനെ എന്ത് ചെയ്തിട്ട് ചാരി ഇരുന്നിട്ട് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷ്യൻ ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. എൻ്റെ ഡ്രോയിങ് റൂം എന്നുള്ള കുഷ്യൻസ്, ഡ്രോയിങ് റൂമിലൊക്കെ വെച്ചിട്ടുള്ള കുഷ്യൻസ് ഇല്ലേ, കുഷ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. സോ ഈ കുഷ്യൻസ് എടുത്തിട്ട്, ഈ ഡ്രോയിങ് റൂമിൽ വെച്ചിട്ടുള്ള കുഷ്യൻസ് എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഇങ്ങനെ ചാരി വെച്ച് വളരെ ഭംഗിയായിട്ട് അതിലേക്ക് ഇങ്ങനെ ചാരി കിടന്നിട്ടാണ് നമ്മളെ ബോയ് എന്ത് ചെയ്യുന്നത്? ബുക്സൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രഷർ ഐലൻഡ്, അവൻ വായിക്കുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ട്രഷർ ഐലൻഡ്, ഹക്കിൾബറി ഫിൻ ആൻഡ് ദ മൗംഗ്ലി സ്റ്റോറീസ് ആൻഡ് നോവൽ ഓഫ് എഡ്ഗർ അലൻ, നോവൽസ് ഓഫ് എഡ്ഗർ റൈസ് ബോറോസ്. സോ അവൻ വായിക്കുന്ന നോവൽസാണ് ഏതൊക്കെയാ? ഹക്കിൾബറി ഫിൻ, മൗംഗ്ലി സ്റ്റോറീസ്, അങ്ങനത്തെ അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ് അവൻ എന്ത് ചെയ്യുന്നത്? വായിക്കുന്നത്. അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ് അവന് വായിക്കുന്നത്. ആൻഡ് ലൂയിസ് മേ ആൽക്കോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് വെരി മിക്സഡ് റീഡിങ്. അവൻ്റെ ബാഗ് ഫുള്ള് വെരി മിക്സഡ് റീഡിങ് എന്ന് വെച്ചാൽ പല വിഭാഗത്തിൽപ്പെട്ട ബുക്സും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? വായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ കൂടുതലായിട്ടും അവൻ്റെ കയ്യിലുള്ളത് ഏതാണ്?
അഡ്വഞ്ചർ സ്റ്റോറീസ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അക്കിൾ ബറീഫിൻ്റെ മംഗ്ലി സ്റ്റോറീസ് ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക എന്നുള്ളതാണ്. വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ്, അങ്ങനെ എനിക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്ത ദിവസങ്ങളിൽ, ഞാൻ വായിക്കാൻ അത്ര ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളിൽ, ബോറടിക്കുന്ന ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും, പുസ്തകം എടുക്കൂല, വായിക്കൂല. പകരം ഞാൻ എന്ത് ചെയ്യും, ഐ കുഡ് ലുക്ക് ഡൗൺ, ഞാൻ എന്ത് ചെയ്യാണ്, താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ത്രൂ ദ ബനിയൻ ലീവ്സ്, ആ ബനിയൻ ലീവ്സിൻ്റെ ഇടയിലൂടെ ഞാൻ എങ്ങനെ എന്ത് ചെയ്യാണ്, താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അറ്റ് ദ വേൾഡ് ബിലോ, ആ ബനിയൻ ട്രീൻ്റെ ലീവ്സിൻ്റെ ഇടയിലൂടെ ഞാൻ താഴേക്ക് നോക്കുമ്പോൾ ആ താഴെയുള്ള ലോകത്തെ, ദ വേൾഡ് ബിലോ, എൻ്റെ താഴെയുള്ള ആ ലോകത്തെ ഞാനിങ്ങനെ നോക്കിക്കാണാണ് അല്ലേ. നല്ല ഭംഗിയായിരിക്കും അല്ലേ, ഒരു പ്ലാറ്റ്ഫോമിൽ അവിടെ ഇങ്ങനെ കയറി ഇരുന്നിട്ട്, അത് നല്ല കൂൾ ബ്രീസും നല്ല ബ്യൂട്ടിഫുൾ എയറും ഒക്കെയുള്ള, നല്ല ഓക്സിജനൊക്കെയുള്ള ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഇരുന്നിട്ട് താഴെയിലെ കാഴ്ചകൾ ഇങ്ങനെ കാണുകയാണ് നമ്മളെ ബോയ് എന്ത് ചെയ്യുന്നത്. ആൻഡ് ഗ്രാൻഡ് മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിങ്സ്, ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ അവിടെ ഇരുന്നിട്ട് കാണുന്ന കാഴ്ചകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഗ്രാൻഡ് മദർ എന്ത് ചെയ്യുന്നുണ്ട്, വാഷ് ചെയ്ത തുണികൾ ഇങ്ങനെ ഹാങ് ചെയ്യുന്നുണ്ട്, അയലിങ്ങനെ ചിക്കിയിടുന്നുണ്ട്, അല്ലെങ്കിൽ വിരിച്ചിടുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ആയ ക്ലോത്ത്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എടുത്തിട്ട് വരുന്നുണ്ട്. ആൻഡ് അറ്റ് ദ കുക്ക് കോർലിംഗ് വിത്ത് ദ ഫ്രൂട്ട് വാൻഡർ, കുക്ക് എന്താ ചെയ്യുന്നത്, അവിടെ ഇരുന്നവൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണല്ലേ. ഒന്ന് ഗ്രാൻഡ് മദറിനെ കാണുന്നുണ്ട്, ഗ്രാൻഡ് മദർ എന്താ ചെയ്യുന്നത്, അലക്കിയ ഡ്രസ്സൊക്കെ അയലിൽ ഇങ്ങനെ തൂക്കിയിടുന്നുണ്ട്, ചിക്കിയിടുന്നുണ്ട്. അതേപോലെ തന്നെ കുക്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുക്ക് കോർലിംഗ് വിത്ത് എ ഫ്രൂട്ട് വെൻഡർ, ഒരു ഫ്രൂട്ട് വെൻഡറുമായിട്ട്, വെൻഡർ മീൻസ് കച്ചവടക്കാരൻ കേട്ടോ, ഒരു ഫ്രൂട്ട് സെല്ലറുമായിട്ട് ഇങ്ങനെ കോർൽ ചെയ്യുന്നുണ്ട്, തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, തർക്കിക്കുന്നുണ്ട്. ഓർ എ ഗ്രാൻഡ് ഫാദർ ഗംബ്ലിംഗ് അറ്റ് ദ ഹാർഡി ഇന്ത്യൻ മെരിഗോൾഡ്സ് which insisted on spring up all over the very English garden. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ ഗ്രാൻഡ് ഫാദർ ചെയ്യുന്ന എന്താ, അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ഗാർഡനിൽ വളർന്നിട്ടുള്ള ജമന്തി പൂക്കളുമായിട്ട് അദ്ദേഹം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ജമന്തി പൂക്കളുമായിട്ട് തൻ്റെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൻ്റെ പരിഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സോ ഇതൊക്കെ അവൻ അവിടെ ഇരുന്ന് കാണുന്ന ഒരു വ്യത്യസ്തമായ കാഴ്ചകളാണ്, നേച്ചറിനെ അവൻ നോക്കിക്കാണുന്ന രീതിയാണ് ഓദർ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നത്, തന്നുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ വെയിൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. സാധാരണ ഞാൻ ബനിയൻ ട്രീയിൽ ഇരിക്കുമ്പോൾ, സാധാരണ ഞാൻ ബനിയൻ ട്രീയിൽ ഇരിക്കുന്ന സമയത്ത് അത്ര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും, അത്ര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്യാറില്ല, കാണാറില്ല. എന്നും കാണുന്ന ഈ കാഴ്ചകളൊക്കെ തന്നെയാണ്. മുത്തശ്ശിയെ കാണാറുണ്ട്, മുത്തശ്ശനെ കാണാറുണ്ട്, കുക്കുണ്ട്, ആ ഗാർഡൻ കാണാറുണ്ട്. അങ്ങനത്തെ വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ്, മാത്രം എക്സൈറ്റഡ് ആയിട്ടുള്ള ഒന്നും ഞാൻ എന്ത് ചെയ്യാറില്ല, കാണാറില്ല. ബട്ട് ഓൺ വൺ പെർട്ടിക്കുലർ ആഫ്റ്റർനൂൺ, പക്ഷേ ഒരു വ്യത്യസ്തമായ ഒരു പെർട്ടിക്കുലർ ആഫ്റ്റർനൂണിൽ, ഒരു പ്രധാനപ്പെട്ട ഒരു ഉച്ച സമയത്ത്, ഒരു ആഫ്റ്റർനൂണിൽ എന്ത് സംഭവിക്കുകയാണ്, ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. ആ സമ്മറിൽ ഇന്ന് വരെ ഇല്ലാത്ത വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സീൻ, ആ സമ്മറിൽ ഇന്ന് വരെ ഇല്ലാത്ത വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സീന് നമ്മുടെ ബോയ് എന്ത് ചെയ്യാണ്, കാണുകയാണ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു സീന് ആ ബനിയൻ ട്രീയിൽ ഇരുന്നിട്ട് അവൻ കാണും. സാധാരണ അവൻ കാണുന്ന സീൻസ് ഏതൊക്കെയാണ്, സാധാരണ അവൻ കാണുന്ന കാഴ്ചകൾ ഏതൊക്കെയാണ്, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ പോലെയുള്ള യൂഷ്വലി അവൻ കാണുന്ന കാഴ്ചകൾ. പക്ഷേ ഒരു ആഫ്റ്റർനൂണിൽ ഭയങ്കര എക്സൈറ്റഡ് മീൻസ് ആശ്ചര്യമുളവാക്കുന്ന ഒരു ഭയങ്കര വലിയൊരു സീന് അവൻ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, കാണുകയാണ്. ഓക്കെ, സോ തൽക്കാലം നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിൻ്റെ ബാക്കി പോർഷൻസ് അടുത്ത ദിവസങ്ങളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഇറ്റ്സ് മീ ജുറൈസ് സൈനിങ് ഓഫ്.